പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ദിവസം ഒരു വെള്ളക്കാരനും അറബിയും ഇന്ത്യക്കാരനും കണ്ടുമുട്ടുന്നു. അവർക്കൊരു ഹൽവ കഷ്ണം കിട്ടി. മുറിച്ചു പങ്കുവെക്കാൻ പറ്റാത്ത വിധം ചെറിയതായി ആ കഷ്ണം. അതിനാൽ അവർ ഒരു തീരുമാനമെടുത്തു. ഈ ഹൽവ കഷ്ണം ഒരു പാത്രത്തിൽ അടച്ചു വെക്കാം, രാത്രി സുഖമായി ഉറങ്ങാം. ഉറക്കത്തിൽ ആരാണോ അത്ഭുതകരമായ സ്വപ്നം കാണുന്നത് അയാൾക്കിതു തിന്നാം എന്നായിരുന്നു തീരുമാനം. ഉറങ്ങെണീറ്റപ്പോൾ അവർ പരസ്പരം സ്വപ്നങ്ങൾ കണ്ടതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആദ്യം വെള്ളക്കാരൻ പറയാൻ തുടങ്ങി. രാത്രി ഉറക്കത്തിൽ ഈശ്വരൻ വന്നു, പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അത്ഭുതങ്ങളും കാണിച്ചു തന്നു. അറബിയാണ് പിന്നെ പറഞ്ഞത്, ഇന്നലെ എൻ്റെ സ്വപ്നത്തിലും ദൈവം വന്നു. എന്നാൽ ദൈവത്തിന് എൻ്റെ പൂന്തോപ്പിലേക്കാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ പല അത്ഭുത കാര്യങ്ങളും ദൈവത്തിനു കാണിച്ചു കൊടുത്തു. ഒടുവിൽ ഇന്ത്യക്കാരൻ്റെ ഊഴം വന്നു. അയാൾ പറഞ്ഞു, ഇന്നലെ സ്വപ്നത്തിൽ ഈശ്വരൻ എൻ്റെ അടുത്ത് വന്നു. എന്നാൽ ഞാനും ഈശ്വരനും പൂന്തോട്ടത്തിലൊന്നും പോയില്ല. ഈശ്വരൻ എന്നോട് പറഞ്ഞു, എടവിഡ്ഢി, മുമ്പിൽ ഇത്രയും മധുരമുള്ള ഹൽവ കഷ്ണവും വെച്ചുകൊണ്ട് സ്വപ്നം കാണുന്നുവല്ലേ? ആദ്യം നീ ഉറക്കമുണരൂ, എന്നിട്ട് ഹൽവ കഷ്ണം എടുത്തു തിന്നു എന്ന് അല്പം ശാസനയോടെ പറഞ്ഞു. ഈശ്വരനെ ധിക്കരിക്കാമോ? ഞാനതെടുത്തു തിന്നു. പരിഭ്രമത്തോടെ മറ്റു രണ്ടുപേരും പാത്രം തുറന്നു നോക്കി. അതിൽ ഹൽവയില്ല. പലരും മടിസ്വഭാവമാക്കി മാറ്റിയ ആളുകളുണ്ട്. അവർ ഇപ്പോഴും കിനാവ് കണ്ടുകൊണ്ട് ഇരിക്കുന്നു. പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചവർ നേടേണ്ടത് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പലരും ഉറക്കത്തിൽ തന്നെയാണ്. കാലം അവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കി നൽകിക്കൊണ്ടിരിക്കും എന്നാണ് കരുതുന്നത്. അവർ വിശ്രമജീവിതം നയിക്കുന്നു എന്നത് അല്ലാതെ മറ്റൊന്നും അവർക്ക് നേട്ടമായിട്ട് വരാൻ ഇല്ല. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അയാളുടെ ഫാക്ടറിയിൽ പരിശീലനത്തിനായി എത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉപദേശങ്ങൾ നൽകുകയായിരുന്നു. അയാൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെല്ലാം ഓർമ്മ വെക്കണം. ഏറ്റവും മടിയനായ ജോലിക്കാരനെ ഏറ്റവും പ്രയാസമുള്ള ജോലി ഏൽപ്പിക്കണം. അയാൾ ആ ജോലി എത്രയും നേരത്തെ ചെയ്തു തീർക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചുകൊള്ളും. പ്രാവർത്തികമാക്കേണ്ട പലതും നീട്ടിവെക്കുക ശീലമാക്കിയാൽ വിജയം എങ്ങനെ ലഭിക്കും? സമയമില്ലെന്നതാവാം പ്രശ്നം. ഇത് ഒഴിഞ്ഞുമാറലാണ്. സമയത്തിൻ്റെ കുറവ് എവിടെയും ആർക്കുമില്ല. സമയം എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ ശ്രദ്ധയില്ലെന്നു മാത്രം. എത്ര സമയം ബസ് സ്റ്റോപ്പിലും അനാവശ്യ സംസാരത്തിലും ചിലവഴിച്ചു. ആ സമയത്ത് ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടത് നിർവഹിച്ചുകൂടെ? എല്ലാ ദിവസവും 86,400 സെക്കൻഡുകൾ ലഭിക്കുന്നു. ഒന്നുകിൽ ഈ സമയം പാഴാക്കാം, അല്ലെങ്കിൽ നന്നായി ജീവിച്ച് പരിപോഷിപ്പിക്കാം. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ 86,000 രൂപ വരവ് വെക്കുന്ന ഒരു ബാങ്കിനെ കുറിച്ച് സങ്കല്പിക്കുക. ദിനംപ്രതിയുള്ള നീക്കിയിരിപ്പ് ഒന്നുമില്ലെങ്കിൽ ദിവസവും വൈകുന്നേരം അന്ന് നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത പണം റദ്ദു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? തീർച്ചയായും മുഴുവൻ പണവും തിരിച്ചെടുക്കും. ഇങ്ങനെയൊരു ബാങ്കാണ് സമയം. എല്ലാ പ്രഭാതങ്ങളിലും നിങ്ങളുടെ പേരിൽ 86,000 സെക്കൻഡുകൾ വരവ് വെക്കുന്നു. നിങ്ങൾ പ്രയോജനപ്പെടുത്താതെ നിമിഷങ്ങളെ എല്ലാ രാത്രികളിലും എഴുതിത്തള്ളുന്നു. അക്കൗണ്ടിൽ ഉള്ളതിലധികം പണമെടുക്കുന്നതിന് അനുവാദമില്ല.